ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് വൺ ബ്രാഞ്ച് ആണ് പഠിച്ചത്. ഇന്ന് നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് മോർ ദാൻ വൺ ബ്രാഞ്ച്, ഒന്നിലധികം ബ്രാഞ്ചുകളുള്ള ആൽക്കെയിനുകൾക്ക് പേരിടുന്നത് എങ്ങനെന്നാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. ഇതിന്റെ കുറെ സ്റ്റെപ്പാണ് പേജ് നമ്പർ 11 കൊടുത്തിരിക്കുന്നത്. അതിലെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇഫ് മോർ ദാൻ വൺ ബ്രാഞ്ച് ഈസ് പ്രസന്റ്, ഒന്നിലധികം ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ സെലക്ട് ദി ലോങ്സ്റ്റ് കാർബൺ ചെയിൻ. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ആദ്യം തന്നെ നമ്മൾ ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യണം. നമ്പർ ദി കാർബൺ ആറ്റംസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓർ റൈറ്റ് ടു ലെഫ്റ്റ്. എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റിലേക്കും അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റിലേക്കും നമ്പർ ചെയ്യണം. ഇൻ സച്ച് എ വേ ദാറ്റ് ദ കാർബൺ ആറ്റംസ് വിത്ത് ബ്രാഞ്ചസ് ഗെറ്റ് ദി ലോവസ്റ്റ് പൊസിഷൻ നമ്പേഴ്സ്. എന്താണ് നിയമം? ഈ ബ്രാഞ്ച് വരുന്ന കാർബണിന് ലോവസ്റ്റ് പൊസിഷൻ നമ്പർ കിട്ടണം. ഒന്നാമത് ലോങ്സ്റ്റ് ചെയിൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അതിനുശേഷം ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും നമ്പർ ചെയ്യണം. അതിനുശേഷം ബ്രാഞ്ച് വരുന്ന കാർബൺ ആറ്റത്തിന് ലോവസ്റ്റ് നമ്പർ ലഭിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും ഇതായിരിക്കും ലോങ്സ്റ്റ് കാർബൺ ചെയിൻ എന്നുള്ളത്. ഇതിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 6 കാർബൺ ആറ്റംസ് ഉണ്ട്. 6ന്റെ വേഡ് റൂട്ട് എന്ന് പറയുന്നത് ഹെക്സ് ആണ്. എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ സഫിക്സ് അല്ലെങ്കിൽ പിൻ പ്രത്യേകമായിട്ട് നമ്മൾ ANE ആയിരിക്കും ഉപയോഗിക്കുന്നത്. രണ്ടാമത് ഒന്നെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്യണം. അപ്പോൾ ഏത് ചെയിനിനാണ് സ്മോൾ നമ്പർ വരുന്നതെന്നാണ് നോക്കേണ്ടത്. ആദ്യം ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്തേക്കുന്നതാണ് കാണിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ 2വിലും ബ്രാഞ്ച് വന്നിട്ടുണ്ട്, 4ലും ബ്രാഞ്ച് വന്നിട്ടുണ്ട്. അടുത്തതെന്ന് പറയുന്നത് റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്തേക്കുവാണ്. റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്തപ്പോൾ 3ലും ബ്രാഞ്ച് വന്നിട്ടുണ്ട്, 5ലും ബ്രാഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്? കാർബൺ ആറ്റത്തിന് ലോവസ്റ്റ് നമ്പർ കിട്ടണമെന്നാ പറഞ്ഞേ. അപ്പൊ ലോവസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഇതായിരിക്കും, 2 ആയിരിക്കും ലോവസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ ചെയ്യുമ്പോൾ കറക്റ്റ് പൊസിഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ടീച്ചർ ഒരു 3 മാർഗം നിങ്ങൾക്ക് പറഞ്ഞു തരാം. പൊസിഷൻ നമ്പറിങ് കറക്റ്റ് ആയിട്ട് ലഭിക്കാനുള്ള 3 വഴികളാണ് ടീച്ചർ എഴുതിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെയാണ് നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും എണ്ണുമ്പോൾ ഫസ്റ്റ് കാർബൺ ആറ്റത്തിന് ലോവസ്റ്റ് നമ്പർ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കുഞ്ഞുങ്ങളെ ഇതാ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഈ കോമ്പൗണ്ടില് ആകെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1, 2, 3, 4, 5 കാർബൺ ആറ്റം ഉണ്ട്. നമുക്ക് ഈ ബ്രാഞ്ച് വരുന്ന പൊസിഷൻ നമ്പർ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിന് ഒന്നുകിൽ ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും നമ്പർ ചെയ്യുമ്പോൾ ആദ്യത്തെ കാർബൺ ആറ്റത്തിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന ഏതാണെന്നോ അത് സെലക്ട് ചെയ്യാം. ആദ്യം നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്ത് നോക്കാം. 1, 2, 3, 4, 5. നോക്കിയേ, ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുമ്പോൾ ഒന്നാമത്തെ ചെയിൻ വന്നത് 2ലാണ്, രണ്ടാമത്തെ ചെയിൻ വന്നത് 3ലാണ്. അപ്പോൾ പൊസിഷൻ നമ്പർ 2, 3 എന്ന് കിട്ടി. ഇനി നമുക്ക് റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്ത് നോക്കാം. 1, 2, 3, 4, 5. ഇങ്ങോട്ട് നോക്കിയേ, റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്യുമ്പോൾ ഒന്നാമത്തെ പൊസിഷൻ വന്നത് 3ലാണ്, രണ്ടാമത്തെ ബ്രാഞ്ചിന്റെ പൊസിഷൻ വന്നത് 4ലാണ്. നമ്മൾ എന്ത് പഠിച്ചു ഒന്നാമത്തെ റൂളില്? നമ്മൾ കാർബൺ ആറ്റത്തിന്റെ എണ്ണം നോക്കിയിട്ട് അതിലെ ബ്രാഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ ഒന്നാമത്തെ ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടണം. ഒന്നാമത്തെ ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടണം. നോക്കി, ഇവിടെ ഒന്നാമത്തെ ബ്രാഞ്ചിന്റെ പൊസിഷൻ ഇത് രണ്ടുമാണ്. ഇതിൽ ഏത് നമ്പറാണ് ചെറുത്? 2 ആണ് ചെറുത്. അപ്പൊ നമ്മുടെ പൊസിഷൻ നമ്പർ ചെയ്യുമ്പോൾ ശരി ഉത്തരം ഏതായിരിക്കും? ഇതായിരിക്കും. മനസ്സിലായോ? ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും നമ്പർ ചെയ്യുമ്പോൾ ആദ്യത്തെ ബ്രാഞ്ചിന് ലോവസ്റ്റ് നമ്പർ കിട്ടണം. നമ്മൾ ഇങ്ങനെ നമ്പർ ചെയ്തപ്പം ലെഫ്റ്റ് ടു റൈറ്റിന് 2, 3 എന്നും റൈറ്റ് ടു ലെഫ്റ്റിന് 3, 4 എന്നും കിട്ടി. അപ്പൊ ചെറുതെന്ന് പറയുന്നത് ആദ്യത്തെ പൊസിഷൻ 2 ആയതുകൊണ്ട് നമുക്ക് 2 സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനിയും ടീച്ചർ പൊസിഷൻ നമ്പർ കണ്ടുപിടിക്കാനുള്ള രണ്ടാമത്തെ മാർഗം പറഞ്ഞുതരാം. നമ്മൾ
ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും നമ്പർ ചെയ്യുമ്പോൾ ബ്രാഞ്ച് വരുന്ന ഫസ്റ്റ് കാർബൺ ആറ്റത്തിന് സെയിം നമ്പർ ആണ് ലഭിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് ബ്രാഞ്ച് വരുന്ന കാർബൺ ആറ്റം ഏതാണെന്ന് അത് പരിഗണിക്കണം. ആ സെക്കൻഡ് ബ്രാഞ്ച് വരുന്ന കാർബൺ ആറ്റത്തിന് എന്ത് നമ്പർ കിട്ടണം? ലോവസ്റ്റ് നമ്പർ കിട്ടണം. ടീച്ചർ എക്സാമ്പിൾ കാണിക്കാം, അന്നേരം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് നോക്കിയേ. ഈ കോമ്പൗണ്ടിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? ഇതിൽ 6 കാർബൺ ആറ്റംസ് ഉണ്ട്. നമുക്ക് പൊസിഷന്റെ നമ്പറാ വേണ്ടിയത്. അത് നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യണം. 1 2 3 4 5 6. നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്തപ്പോൾ പൊസിഷൻ വന്നത് എവിടേക്കാണെന്ന് പറഞ്ഞ ബ്രാഞ്ചിന്റെ 2-ൽ ബ്രാഞ്ച് ഉണ്ട്, 3-ൽ ബ്രാഞ്ച് ഉണ്ട്, 5-ൽ ബ്രാഞ്ച് ഉണ്ട്. ഇനി നമുക്ക് റൈറ്റ് ടു ലെഫ്റ്റ് ചെയ്ത് നോക്കാം. 1 2 3 4 5 6. അപ്പോൾ പൊസിഷൻ വരുന്നത് എവിടേക്കാണ്? 2-ലും വരുന്നുണ്ട്, 4-ലും വരുന്നുണ്ട്, 5-ലും വരുന്നുണ്ട്. ഇത് ലെഫ്റ്റ് ടു റൈറ്റും ഇത് റൈറ്റ് ടു ലെഫ്റ്റുമാണ്. നമ്മൾ രണ്ടാമത്തെ റൂളിൽ എന്താണ് പഠിക്കുന്നത്? ആദ്യത്തെ പൊസിഷൻ നമ്പർ സെയിം ആണെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് പരിഗണിക്കണം? രണ്ടാമത്തെ പൊസിഷൻ നമ്പർ പരിഗണിക്കണം. ഈ രണ്ടാമത്തെ പൊസിഷൻ നമ്പറിന് ലോവസ്റ്റ് നമ്പർ കിട്ടണം. അപ്പം ആദ്യത്തെ രണ്ടും സെയിം ആയിരുന്നു, 2ഉം 2 ആയിരുന്നു. രണ്ടാമത്തെ പരിഗണിച്ചപ്പോൾ ഇത് 3ഉം ഇത് 4ഉമാണ്. അപ്പൊ നമുക്ക് ഏറ്റവും ചെറുതായിട്ടുള്ള ഇത് 3 തിരഞ്ഞെടുക്കാം. അപ്പൊ ഈ രണ്ട് പൊസിഷൻ നമ്പറിംഗ് ഏതായിരിക്കും ശരി? ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്ത 2 3 5 എന്നുള്ളതായിരിക്കും ശരി എന്ന് പറയുന്നത്. ഇനിയും പൊസിഷൻ നമ്പർ കിട്ടാനുള്ള മൂന്നാമത്തെ മാർഗമാണ് ടീച്ചർ പറയുന്നത്. ടീച്ചറിന് ഏറ്റവും എളുപ്പമെന്ന് തോന്നുന്നതും ഈ മൂന്നാമത്തെ മാർഗമാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും നമ്പറിങ് ചെയ്യുമ്പോൾ ഈ നമ്പേഴ്സ് തമ്മിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഈ ആഡ് ചെയ്യുമ്പോൾ ഏതിനാണോ കുറഞ്ഞ നമ്പർ ആൻസർ ആയിട്ട് കിട്ടുന്നത് ആ വഴി നമ്മൾ തിരഞ്ഞെടുക്കണം. ഒന്നെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റിലെ നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഏത് നമ്പർ ആണോ ചെറുത് അത് നമ്മൾ സെലക്ട് ചെയ്യണം. ടീച്ചർ എക്സാമ്പിൾ കാണിക്കാം. 2 എക്സാമ്പിൾ കാണിച്ചു തരാം. അതിൽ ഒന്നാമത്തെയാണ് ഇതെന്ന് പറയുന്നത്. നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ഇടാം. 1 2 3 4 5 6. ബ്രാഞ്ച് വന്നത് 2-ലും 3-ലുമാണ് ബ്രാഞ്ച് വന്നിരിക്കുന്നത്. ഇനിയും നമുക്ക് റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്യാം. 1 2 3 4 5 6. 4-ലും 5-ലുമാണ് ഇവിടെ ബ്രാഞ്ച് വന്നിരിക്കുന്നത്. മൂന്നാമത്തെ റൂൾ എന്തായിരുന്നു? ഈ നമ്പേഴ്സ് നമുക്ക് ആഡ് ചെയ്യണം. 2ഉം 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 എന്ന ആൻസർ കിട്ടും. 5 എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. 4ഉം 5ഉം കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 9 എന്ന് കിട്ടും. ഇതിലെ ഏറ്റവും ലോവസ്റ്റ് നമ്പർ ഏതാണ്? 5 ആണ് ലോവസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പൊസിഷൻ എങ്ങനെ തിരഞ്ഞെടുക്കാം? 2 3 എന്നാണ് ഇതിന്റെ പൊസിഷൻ നമ്പർ വരുന്നത്. ഈ ഒരു എക്സാമ്പിളിലൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകും. ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ നമ്പർ ചെയ്യാം. 1 2 3 4 5 6. ബ്രാഞ്ച് വരുന്ന പൊസിഷൻ എവിടെയൊക്കെയാണ്? 2-ല് ബ്രാഞ്ച് വരുന്നുണ്ട്, 4-ല് ബ്രാഞ്ച് വരുന്നുണ്ട്, 5-ല് ബ്രാഞ്ച് വരുന്നുണ്ട്. ഇനി റൈറ്റ് ടു ലെഫ്റ്റ് നോക്കിയേ. 1 2 3 4 5 6. എവിടെയൊക്കെയാണ് ബ്രാഞ്ച് വരുന്നത്? 2-ല് 3-ല് 5-ല് ബ്രാഞ്ച് വരുന്നുണ്ട്. എന്ത് ചെയ്യണം? ഈ നമ്പേഴ്സ് തമ്മിൽ കൂട്ടണം. 5 4 9 11 ഇതിന്റെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇതോ 8ഉം 10ഉമാണ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇതിലെ ലോവസ്റ്റ് നമ്പർ ഏതാണ്? 10 ആണ് ലോവസ്റ്റ് നമ്പർ. അതുകൊണ്ട് പൊസിഷൻ നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം? 2 3 5 എന്ന് തിരഞ്ഞെടുക്കാം. ബ്രാഞ്ചുകളുടെ പൊസിഷൻ കണ്ടുപിടിക്കാനുള്ള 3 രീതി നിങ്ങൾക്ക് മനസ്സിലായെന്ന് ടീച്ചർ കരുതുന്നു. ഇതിലെ ഏറ്റവും എളുപ്പം മൂന്നാമത്തേതാണെന്ന് ടീച്ചർ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് കൂടുതൽ മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ബാക്കി പഠിക്കാം. ഇനി ടെക്സ്റ്റ് ബുക്കിലേക്ക് വന്നാൽ ലെഫ്റ്റ് ടു റൈറ്റ് ഇവിടെ നമ്പർ ചെയ്തപ്പോൾ 2 എന്നും 4 എന്നുമാണ് കിട്ടിയത്. റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്തപ്പം 3ഉം 5ഉം ആണ് കിട്ടിയത്. ആദ്യത്തെ നമ്പർ ചെറുത് വരണം. അങ്ങനെ നമ്മൾ 2 4 ആണ് സെലക്ട് ചെയ്തത്. കറക്റ്റ് വേ ഓഫ് നമ്പറിങ് ഏതാണ്? ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്തതാണ് കറക്റ്റ് എന്ന് പറയുന്നത്. പൊസിഷൻ നമ്പർ ഓഫ് ദി ഫസ്റ്റ് ബ്രാഞ്ചിന്റെ പൊസിഷൻ ഏതാണ്? 2 ആണ്. കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ദിസ് ബ്രാഞ്ച് ഇത് രണ്ടിൽ ഏതാണ് ശരി? 2 4 ആണ് ശരി എന്ന് പറയുന്നത്.
ഇനിയും ഒന്നിലധികം ബ്രാഞ്ച് വരുന്ന കാർബൺ കോമ്പൗണ്ടുകൾക്ക് പേരിടാനുള്ള രണ്ടാമത്തെ റൂളാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് ദ സെയിം ബ്രാഞ്ച് അപ്പിയേഴ്സ് മോർ ദാൻ വൺസ് ഇൻ എ കാർബൺ ചെയിൻ, ഒരു കാർബൺ ചെയിനിലെ ഒരു ഗ്രൂപ്പ് തന്നെ അല്ലെ ഒരു ബ്രാഞ്ച് തന്നെ ഒത്തിരി തവണ മോർ ദാൻ വൺസ് ഒന്നിലധികം തവണ ആവർത്തിച്ച് വരികയാണെങ്കിൽ ദ നമ്പേഴ്സ് ഓഫ് ബ്രാഞ്ചസ് ഈസ് ടു ബി ഇൻഡിക്കേറ്റഡ് യൂസിങ് പ്രിഫിക്സസ് ലൈക്ക് ഡൈ, ട്രൈ, ടെട്ര എക്സെട്ര. എന്താണ്? ഒന്നിലധികം ബ്രാഞ്ചസ് ആവർത്തിച്ച് വരികയാണെങ്കിൽ ആ നമ്പറിന് മുമ്പ് ഒരു പ്രിഫിക്സ് അല്ലെങ്കിൽ മുൻ പ്രത്യയം നമ്മൾ ചേർക്കണം. ഇപ്പം ഇവിടെ നോക്കിയാൽ CH3 എന്ന് പറയുന്നത് 2 തവണ ബ്രാഞ്ച് ആയിട്ട് ആവർത്തിച്ച് വരുന്നുണ്ട്. നമ്മൾ രണ്ടിന് യൂസ് ചെയ്യുന്ന വാക്കാണ് ഡൈ. ഇപ്പം CH3 3 തവണ ഇവിടെ ആവർത്തിച്ച് വരുന്നുണ്ടെങ്കിൽ ട്രൈ എന്നും, ഒരു ബ്രാഞ്ച് 4 തവണ ആവർത്തിച്ച് വരുന്നുണ്ടെങ്കിൽ ടെട്ര എന്നുമാണ് നമ്മൾ ചേർക്കുന്നത്. ദ പൊസിഷൻ നമ്പർ ഷുഡ് ബി സെപ്പറേറ്റഡ് ബൈ കോമാസ്. ഒന്നിലധികം പൊസിഷൻ നമ്പർ ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം? കോമ ഉപയോഗിച്ച് അതിനെ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്യണം. ഇതാണ് രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത്. പുസ്തകത്തിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും നമ്പർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇവിടെ 3 എന്നും 6 എന്നുമാണ് ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്തപ്പോൾ വന്നത്. താഴോട്ടോ റൈറ്റ് ടു ലെഫ്റ്റ് ചെയ്തപ്പോഴോ എവിടൊക്കെയാണ് ബ്രാഞ്ച് വന്നിരിക്കുന്നത്? 2ലും 5ലുമാണ് വന്നത്. ആദ്യത്തെ നമ്പർ ലോവസ്റ്റ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് റൈറ്റ് ടു ലെഫ്റ്റ് സെലക്ട് ചെയ്യാം. 2, 5. 2വിലും 5വിലും ഏത് ഗ്രൂപ്പാണ് ആവർത്തിച്ച് വരുന്നത്? മീതയിൽ. CH3 എന്ന് പറയുന്നത് മീതയിൽ ആണെന്ന് പഠിച്ചു. CH3 ഗ്രൂപ്പാണ് 2 തവണ ആവർത്തിച്ച് വരുന്നത്. അപ്പൊ നമ്മൾ 2ന് പഠിച്ച വാക്ക് ഏതാണ്? ഡൈ. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും? ഡൈ മീതൈൽ എന്ന് എഴുതണം. ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ റൂള് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 7 ആണ്. നമ്പർ ഓഫ് ബ്രാഞ്ചസ്, എത്ര ബ്രാഞ്ച് ഉണ്ട്? ഇവിടെ 2 ബ്രാഞ്ച് ഉണ്ട്. നെയിം ഓഫ് ബ്രാഞ്ചസ്, ഈ ബ്രാഞ്ചിന്റെ പേരറിയാം. CH4ൽ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റം കുറച്ചത് CH3 അല്ലെങ്കിൽ അതിന്റെ പേര് മീതേൽ എന്നാണ്. പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ചസ്, ഫസ്റ്റ് ബ്രാഞ്ച് വൈൽ നമ്പറിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിന്ന് റൈറ്റിലോട്ട് നമ്പർ ചെയ്യുമ്പോൾ അതിലെ ഒന്നാമത്തെ ഫസ്റ്റ് ബ്രാഞ്ചിന് നമ്മൾ എവിടാണ്? ഫസ്റ്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റിൽ ഫസ്റ്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത് 3ലാണ്. പൊസിഷൻ ഓഫ് ദി ഫസ്റ്റ് ബ്രാഞ്ച് വൈൽ നമ്പറിംഗ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. റൈറ്റിന്ന് ലെഫ്റ്റിലോട്ട് നമ്പർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത് എവിടെയാണ്? അത് 2വിലാണ്. അപ്പൊ നമുക്ക് ഏത് സെലക്ട് ചെയ്യാം? കറക്റ്റ് ഏറ്റവും കുറഞ്ഞ നമ്പർ റൈറ്റ് ടു ലെഫ്റ്റിലാ വന്നത് കൊണ്ട് നമുക്ക് റൈറ്റ് ടു ലെഫ്റ്റ് സെലക്ട് ചെയ്യാം. കറക്റ്റ് പൊസിഷൻ നമ്പേഴ്സ് ഓഫ് ദി ബ്രാഞ്ചസ്, കറക്റ്റ് പൊസിഷൻ നമ്പർ റൈറ്റ് ടു ലെഫ്റ്റ് അത് 2, 5 ആണെന്ന് കിട്ടി. ഇനി IUPAC നെയിം എഴുതാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പൊസിഷന്റെ നമ്പർ എഴുതണം. ഒന്നിലധികം പൊസിഷൻസ് വന്നത് കൊണ്ട് തന്നെ നമ്മൾ പഠിച്ചു കോമ ഉപയോഗിച്ച് അതിനെ സെപ്പറേറ്റ് ചെയ്യണം. അതിനുശേഷം ഹൈഫൻ കൊടുക്കണം. അതിനുശേഷം എത്ര ബ്രാഞ്ച് ആവർത്തിച്ച് വരുന്നു എന്നുള്ളതിന്റെ വാക്ക് എഴുതണം. ഏത് ബ്രാഞ്ച് ആണെന്ന് എഴുതണം. പിന്നെ വലിയ ചെയിനിന്റെ പേര് എഴുതണം. ഇവിടെ 2, 5 ഡൈമീഥൈൽ ഹെപ്റ്റീൻ. ആദ്യം പൊസിഷന്റെ നമ്പർ കറക്റ്റ് ആയിട്ട് എഴുതണം. അതിനുശേഷം ഹൈഫൻ. ബ്രാഞ്ച് എത്ര തവണ ആവർത്തിച്ചു വരുന്നതെന്ന് സൂചിപ്പിക്കാൻ ഡൈ, ട്രൈ ഓർ ടെട്ര ഉപയോഗിക്കും. അതിനുശേഷം ബ്രാഞ്ചിന്റെ പേര് എഴുതും. അതിനുശേഷം മെയിൻ ചെയിനിന്റെ പേര് എഴുതും. പേജ് നമ്പർ 12 ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു കോമ്പൗണ്ടിന്റെ IUPAC നെയിം എഴുതാൻ. അതിന് നമുക്ക് എഴുതി നോക്കാം. ആദ്യം ഒരു കോമ്പൗണ്ട് എഴുതാൻ കിട്ടിയാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ലോങ്ങസ്റ്റ് ചെയിൻ, ഏറ്റവും നീളം കൂടിയ ചെയിൻ, കാർബൺ ആറ്റം ഉള്ള ചെയിൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും ഇതായിരിക്കും ലോങ്ങസ്റ്റ് ചെയിൻ എന്ന് പറയുന്നത്. ഇതിൽ 5 കാർബൺ ആറ്റങ്ങൾ ഉണ്ട്. ലോങ്ങസ്റ്റ് ചെയിൻ 5 കാർബൺ ഉണ്ടെങ്കിൽ അതിന്റെ വേർഡ് റൂട്ട് എന്ന് പറയുന്നത് പെന്റെന്നായിരിക്കും. എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ അവസാനിക്കുന്നത് അല്ലെങ്കിൽ സഫിക്സൽ എന്ന് പറയുന്നത് ANE ആയിരിക്കും. സെക്കൻഡ്, ബ്രാഞ്ച് നെയിം. ഇവിടെ 2 ബ്രാഞ്ച് ഉണ്ട്. ആ ബ്രാഞ്ചിന്റെ പേരാണ് മീതൈൽ. CH3 എന്ന് പറയുന്ന ബ്രാഞ്ചിന്റെ പേര് മീതൈൽ. എത്ര CH3 ഉണ്ട്? 2 CH3 ഉണ്ട്. അപ്പൊ 2ന് നമ്മൾ പഠിച്ച വാക്ക് ഏതാണ്? ഡൈ. അപ്പം ബ്രാഞ്ചിന്റെ നെയിം ഡൈ മീതൈൽ എന്ന് കിട്ടി. ഇനി പൊസിഷൻ നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു എന്ത് ചെയ്യണം? ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്യണം. ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്യുമ്പോൾ
1 2 3 4 5 എന്ന് കിട്ടും. അപ്പോൾ ബ്രാഞ്ച് വന്നിരിക്കുന്നത് 2-വിലും 4-ലും. അടുത്തത് റൈറ്റ് ടു ലെഫ്റ്റ് ചെയ്യുമ്പോൾ 1 2 3 4 5. അവിടെ എങ്ങനെ കിട്ടി? 2-വിലും 4-ലും കിട്ടി. അപ്പൊ രണ്ടിടത്തും ഒരുപോലെ കിട്ടിയത് കൊണ്ട് തന്നെ നമുക്കത് സെലക്ട് ചെയ്യാം. 2 4. ഇനി IUPAC നെയിം എങ്ങനെ എഴുതും? IUPAC നെയിം എഴുതുമ്പം ആദ്യം നമ്മൾ എന്ത് പഠിച്ചു? ആദ്യം പൊസിഷൻ നമ്പർ എഴുതണം. പൊസിഷൻ നമ്പർ 2, 4 രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് കോമായും കൊണ്ട് വേർതിരിക്കണം. അതിനുശേഷം ഹൈഫൻ കൊടുക്കണം. പിന്നീട് ബ്രാഞ്ചിന്റെ പേര് എഴുതണം. ബ്രാഞ്ചിന്റെ പേര് ഇവിടെ ഡൈ മീതൈൽ. ഇനിയും മെയിൻ ചെയിനിന്റെ പേര് നമ്മൾ കണ്ടുപിടിച്ചു വെച്ചു, പെൻഡൈൻ. ടെക്സ്റ്റ് ബുക്കിൽ അടുത്തതായിട്ട് നൽകിയിരിക്കുന്നത് കുറച്ച് മുമ്പ് നമ്മൾ പൊസിഷൻ നമ്പർ കണ്ടുപിടിക്കാൻ പഠിച്ച 3 റൂൾസ് ഇല്ലേ, അതിൽ രണ്ടാമത്തേതാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ദ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ഈസ് നമ്പേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓർ റൈറ്റ് ടു ലെഫ്റ്റ്. ലോങ്സ്റ്റ് കാർബൺ ചെയിന് നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും നമ്പർ ചെയ്യുമ്പോൾ ഇഫ് ദ കാർബൺ ആറ്റം കണ്ടെയ്നിങ് ദ ഫസ്റ്റ് ബ്രാഞ്ച് ഗെറ്റ്സ് ദി സെയിം പൊസിഷൻ നമ്പർ. ആദ്യത്തെ കാർബൺ ആറ്റത്തിന്, ബ്രാഞ്ചുള്ള ആദ്യത്തെ കാർബൺ ആറ്റത്തിന് സെയിം പൊസിഷൻ നമ്പർ കിട്ടിയാൽ വെൻ നമ്പേർഡ് ഫ്രം ഐദർ സൈഡ്, നമ്മളത് തിരിച്ച് ഒന്നെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ പിന്നെ അത് റൈറ്റ് ടു ലെഫ്റ്റ് ചെയ്യണം. Then the numbering should be done in such a way that the carbon atom contains the second branch. അങ്ങനെ ഒന്നാമത്തേതിന് സെയിം നമ്പർ കിട്ടിയ സെക്കൻഡ് ബ്രാഞ്ച് പരിഗണിക്കണം. അതിന് ഗെറ്റ്സ് എ ലോവസ്റ്റ് പൊസിഷൻ നമ്പർ, അതിന് ലോവസ്റ്റ് പൊസിഷൻ നമ്പർ കിട്ടണം. ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ ഉണ്ട്, അത് നമുക്ക് നോക്കാം. നോക്കിയേ, ഇത് മെയിൻ ചെയിൻ ആണ്. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 6 കാർബൺ ആറ്റം ഉണ്ട്. ഇതിന്റെ ബ്രാഞ്ച് എന്ന് പറയുന്നത് CH3 എന്ന് പറയുന്നത് മീതൈലാണ്. എത്ര മീതൈലുണ്ട്? 3 മീതൈലുണ്ട്. 3-ന് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ട്രൈ എന്നാണ്. ഇനി ക്വസ്റ്റ്യൻ നോക്കിയേ, നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 6. നമ്പർ ഓഫ് ബ്രാഞ്ചസ്, എത്ര ബ്രാഞ്ചസ് ഉണ്ട്? 1 2 3. 3 ബ്രാഞ്ചസ് ഉണ്ട്. നെയിം ഓഫ് ബ്രാഞ്ചസ്, ഈ ബ്രാഞ്ചിന്റെ പേരറിയാം. CH3യുടെ ബ്രാഞ്ചിന്റെ പേരാണെന്ത്? മീതൈൽ. പൊസിഷൻ നമ്പർ ഓഫ് ദി ഫസ്റ്റ് ബ്രാഞ്ച് വൈൽ നമ്പറിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിന്ന് റൈറ്റിലോട്ട് നമ്പർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ബ്രാഞ്ചിന് കിട്ടിയ പൊസിഷൻ നമ്പർ ആണ് 2 എന്ന് പറയുന്നത്. ഇനി പൊസിഷൻ നമ്പർ ഓഫ് ദി ഫസ്റ്റ് ബ്രാഞ്ച് വൈൽ നമ്പറിംഗ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. റൈറ്റിന്ന് ലെഫ്റ്റിലോട്ട് നമ്പർ ചെയ്യുമ്പോഴും ഫസ്റ്റ് ബ്രാഞ്ചിന് ഏതാണ് നമ്പർ കിട്ടിയേ? 2 എന്നാണ് നമ്പർ കിട്ടിയത്. When does the second branch get a lowest position number? Put a mark against the correct position. എന്താണ് നോക്കണ്ടേ? രണ്ടാമത്തെ ബ്രാഞ്ചിന് ഇവിടെ ചെറിയ നമ്പർ കിട്ടിയത് എവിടെ നിന്ന് എങ്ങോട്ട് എണ്ണുമ്പോഴാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ രണ്ടാമത്തെ, ഇവിടുത്തെ ഏതൊക്കെയാ? 2-ലും ലെഫ്റ്റിന്ന് റൈറ്റിലോട്ട് 2-ലും 4-ലും 5-ലുമാണ്. റൈറ്റിന്ന് ലെഫ്റ്റിലോട്ട് ചെയ്യുമ്പോൾ 2-നും 3-നും 5-നുമാണ്. ചോദിച്ചേക്കുന്നത് എന്തുവാ? രണ്ടാമത്തെ നമ്പർ ചെറുത് കിട്ടുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണോ റൈറ്റ് ടു ലെഫ്റ്റ് ആണോ? ഏതായിരിക്കും? റൈറ്റ് ടു ലെഫ്റ്റ് ചെയ്യുമ്പോഴാണ് രണ്ടാമത്തെ കാർബൺ ആറ്റത്തിന് ചെറിയ നമ്പർ കിട്ടുന്നത്. അപ്പം 2 3 5 എന്നായിരിക്കും നമ്മൾ എടുക്കുന്നത്. അത് എവിടെ നിന്നായിരിക്കും? റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കും. കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ദി ബ്രാഞ്ച് എങ്ങനെ കിട്ടും? 2 3 5 എന്ന് കിട്ടും. ഇനി IUPAC നെയിം എഴുതുമ്പോൾ ആദ്യം പൊസിഷൻ നമ്പർ എഴുതണം. ഒന്നിലധികം പൊസിഷൻ ഉണ്ടെങ്കിൽ അതിനെ കോമ ഉപയോഗിച്ച് വേർതിരിക്കണം. അതിനുശേഷം ഹൈഫൻ, അതിനുശേഷം എത്ര ഗ്രൂപ്പ് ആവർത്തിച്ചു വരുന്നു, എത്ര ബ്രാഞ്ച് ആവർത്തിച്ചു വരുന്നു, 3 എണ്ണം ആവർത്തിച്ചു വന്നതുകൊണ്ട് ട്രൈ. ശേഷം ആ ബ്രാഞ്ചിന്റെ പേര് മീതയിൽ, ലോങ് ചെയിനിന്റെ പേര് ഹെക്സെയിൻ. IUPAC നെയിം 2 3 5 ട്രൈമീതൈൽ ഹെക്സെയിൻ. നാലാമത്തെ റൂൾ എന്ന് പറയുന്നത് ഇഫ് എ കാർബൺ ആറ്റം ഹാസ് 2 ഐഡന്റിക്കൽ ബ്രാഞ്ചസ് their പൊസിഷൻ നമ്പർ ഷുഡ് ബി റിപ്പീറ്റഡ്. എന്താണ്? 2 ഒരേപോലത്തെ ഐഡന്റിക്കൽ ബ്രാഞ്ചസ് their പൊസിഷൻ നമ്പർ ഷുഡ് ബി റിപ്പീറ്റഡ്. ഒരേ സ്ഥാനത്ത് ആവർത്തിച്ചു വന്നാൽ അതിന് എങ്ങനെ പേരിടും? 2 ഒരേ ബ്രാഞ്ചസ് ഒരേ പൊസിഷനിൽ ആവർത്തിച്ചു വന്നാൽ എങ്ങനെ പേരിടും? ഈ ഹൈഡ്രോ കാർബൺ കോമ്പൗണ്ട് ശ്രദ്ധിച്ചാൽ ഇതിന്റെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ 1 2 3
3 കാർബൺ ആറ്റം ഉണ്ട്. ബ്രാഞ്ച് വരുന്നത് രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ്. രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് ബ്രാഞ്ച് വരുന്നത്. ഇത് മീഥൈൽ എന്ന് പറയുന്ന ബ്രാഞ്ച് ആണ്. 2 മീഥൈൽ രണ്ടാമത്തെ പൊസിഷനിൽ ആവർത്തിച്ച് വരുന്നുണ്ട്. 2 മീഥൈൽ പൊസിഷൻ നമ്പർ 2ൽ ആവർത്തിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പൊസിഷൻ നമ്പർ എഴുതാൻ 2 2 എന്നായിരിക്കും എഴുതുന്നത്. പൊസിഷൻ നമ്പർ 2 2 എന്നായിരിക്കും എഴുതുന്നത്. കാരണം CH3 എന്ന് പറയുന്നത് 2 ബ്രാഞ്ചാണ്. ആ 2 ബ്രാഞ്ചും ആവർത്തിക്കുന്നത് പൊസിഷൻ നമ്പർ 2ലായതുകൊണ്ട് 2 2 എന്നായിരിക്കും പൊസിഷൻ നമ്പർ നമ്മൾ എഴുതുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ ഈ കോമ്പൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ. മെയിൻ ചെയിനിലെ കാർബൺ ആറ്റത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് 3 ആണ്. നമ്പേഴ്സ് ഓഫ് ബ്രാഞ്ചസ്. എത്ര ബ്രാഞ്ച് ഉണ്ട്? 2 ബ്രാഞ്ചസ് ഉണ്ട്. നെയിം ഓഫ് ബ്രാഞ്ച്. ഈ ബ്രാഞ്ചിന്റെ പേര് ഏതാണ്? മീഥൈൽ എന്നാണ്. പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ചസ്. ഈ ബ്രാഞ്ചിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 1 2 3. എവിടാണ്? രണ്ടാമത്തെ പൊസിഷനിൽ 2 തവണ. അതുകൊണ്ട് നമ്മൾ എങ്ങനെ എഴുതും? 2 2 എന്ന് എഴുതും. ഇതിന്റെ ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ എന്നാണ്. എത്ര മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്? 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഇതിന്റെ പ്രിഫിക്സ് പ്രത്യേകമായിട്ട് നമ്മൾ ഡൈ യൂസ് ചെയ്യണം. അപ്പൊ പേരെങ്ങനെ വരും? 22 ഡൈമീഥൈൽ പ്രൊപ്പെയിൻ. IUPAC നെയിം 22 ഡൈമീഥൈൽ പ്രൊപ്പെയിൻ. ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോമ്പൗണ്ടിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാൻ അല്ലെങ്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കോമ്പൗണ്ടിന്റെ പേര് നമുക്ക് ഇങ്ങനെ തന്നു. ഇതുവരെ നമ്മൾ എങ്ങനെയാ പഠിച്ചേ? സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ട് നമ്മൾ നെയിം ചെയ്യുമായിരുന്നു. ഇപ്പൊ നെയിം തന്നിട്ട് നമ്മളോട് എന്ത് ചോദിച്ചേക്കുക? സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാനായിട്ട് ചോദിച്ചേക്കുക. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ പ്രസന്റ് ഇൻ ഇറ്റ്സ് മെയിൻ ചെയിൻ. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവസാനിക്കുന്നത് എങ്ങനെയാ? പെൻറ്റെയിനിൽ അവസാനിക്കുന്നത്. പെന്റ് എന്ന് പറയുന്ന വാക്ക് കേട്ടാൽ തന്നെ അറിയാം അതിനകത്ത് എത്ര കാർബൺ ആറ്റം ഉണ്ട്? 5 കാർബൺ ആറ്റം ഉണ്ട്. നമുക്ക് അറിയാം. 5 കാർബൺ ആറ്റം ആയതോടുകൂടി നമുക്ക് ആദ്യം ആ സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാൻ ആദ്യം ആ 5 കാർബൺ ആറ്റത്തിനെ റെപ്രസെന്റ് ചെയ്ത് കാണിക്കണം. വാട്ട് ആർ ദി ബ്രാഞ്ചസ്. ബ്രാഞ്ചിന്റെ പേര് ഏതാണ്? ബ്രാഞ്ചിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഏതാണ്? മീഥൈൽ എന്ന് പറയുന്ന ബ്രാഞ്ച് ആണ്. മീഥൈൽ. എത്ര മീഥൈൽ ഉണ്ട്? ഡൈ. ഡൈ എന്ന വാക്കിന് അർത്ഥം എന്തുവാ? 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അടുത്ത് ചോദിച്ചേക്കുന്നേ വാട്ട് ആർ ദെയർ പൊസിഷൻ നമ്പേഴ്സ്. ഈ മീഥൈൽ ഗ്രൂപ്പ് ഏതൊക്കെ പൊസിഷനിലാണ് വരുന്നത്? എവിടൊക്കെയാ വരുന്നത്? 2ലും 3ലുമാണ് വരുന്നത്. അപ്പൊ റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ബൈ അറ്റാച്ചിങ് ദ ബ്രാഞ്ചസ് ടു ദി മെയിൻ ചെയിൻ. മെയിൻ ചെയിനില് ഏതൊക്കെ പൊസിഷനിലായിരുന്നു? മെയിൻ ചെയിൻ ആദ്യം വരച്ചു. അതിനുശേഷം മീഥൈൽ ഗ്രൂപ്പ് ആണെന്ന് മനസ്സിലായി. 2 എണ്ണം ഉണ്ടെന്ന് മനസ്സിലായി. ഇനിയും അതിന്റെ പൊസിഷൻ 1 2 3 4 5. 2ലും പൊസിഷനില് എന്തുണ്ട്? ബ്രാഞ്ച് ഉണ്ട്. 3ലും ബ്രാഞ്ച് ഉണ്ട്. അടുത്ത സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കാർബൺ ആറ്റത്തിന്റെ വാലൻസീസ്, ഫില്ലിംഗ് അപ്പ് ഓൾ വാലൻസീസ് ഓഫ് കാർബൺ ആറ്റംസ് വിത്ത് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഉപയോഗിച്ച് എല്ലാ കാർബൺ ആറ്റത്തിന്റെയും വാലൻസീസ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. വാലൻസീസ് കംപ്ലീറ്റ് ചെയ്യാൻ ടീച്ചർ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. കാർബണിന്റെ ജനറൽ ഫീച്ചേഴ്സ് പഠിപ്പിച്ചപ്പോൾ കാർബണിന് 4 വാലൻസി ഉണ്ടെന്ന് പഠിച്ചതാണ്. ഇവിടുത്തെ മറ്റ് വാലൻസീസ് എന്തുപയോഗിച്ച്? ഹൈഡ്രജൻ ആറ്റം ഉപയോഗിച്ച് ഫില്ല് ചെയ്യണം. ടീച്ചർ ഈ 2 3 ഡൈമീഥൈൽ പെന്റെയിൻ വരച്ചത് സ്റ്റെപ്പായിട്ട് ഒറ്റ തവണ കാണിച്ചു തരാം നിങ്ങളെ. 2 3 ഡൈമീഥൈൽ പെന്റെയിൻ. ഈ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചറൽ ഫോർമുലയാണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത് നമ്മൾ വരയ്ക്കേണ്ടത് ലോങ് ചെയിൻ ആണ്. ഏറ്റവും നീളം കൂടിയ ചെയിൻ. പേരിൽ തന്നെയുണ്ട് പെന്റെയിൻ. പെന്റെയിൻ വരയ്ക്കണം. പെന്റ് എന്ന വാക്കിന് അർത്ഥം നമുക്കറിയാം 5 എന്നാണ്. അപ്പൊ നമ്മുടെ ഈ കോമ്പൗണ്ടില് 5 കാർബൺ ആറ്റംസ് കാണും. അതാദ്യം വരയ്ക്കണം. 1 2 3 4 5. പെന്റെയിൻ. AN എന്ന് കേട്ടാൽ അറിയാം എല്ലാവർക്കും സിംഗിൾ ബോണ്ട് ആയിരിക്കും. എല്ലായിടത്തും സിംഗിൾ ബോണ്ട് ആയിരിക്കും. അതിനുശേഷം നമുക്കറിയാം മീഥൈൽ എന്ന് പറയുന്ന ബ്രാഞ്ച് ആണ് വരുന്നത്. മീഥൈൽ എന്ന് പറയുന്ന ബ്രാഞ്ച് വരും. എത്ര മീഥൈൽ വരും? ഡൈ. 2 മീഥൈൽ വരുന്നുണ്ട്. അപ്പൊ ഈ 2 മീഥൈൽ എവിടൊക്കെയാണ് വരുന്നത്? ഇനി പൊസിഷൻ നമ്പർ അടയാളപ്പെടുത്തണം. 2ലും
മൂന്നിലും മീഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്, രണ്ടിലും മൂന്നിലും. 1 2 ഇതാണ് രണ്ടാമത്തെ, അവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. മീഥൈൽ ഗ്രൂപ്പ് CH3 ആണെന്ന് അറിയാമല്ലോ. അടുത്തത് മൂന്നിലും ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഇതാണ് 1 2 3. മൂന്നിലും ഒരു മീഥൈൽ ഗ്രൂപ്പ് വരയ്ക്കണം. അപ്പം ഡൈ മീഥൈലായി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കാർബൺ ആറ്റത്തിന്റെ വാലൻസി എല്ലാം നമ്മൾ ഹൈഡ്രജൻ ഉപയോഗിച്ച് ഫില്ല് ചെയ്യണം. ഹൈഡ്രജൻ ഉപയോഗിച്ച് കാർബൺ ആറ്റത്തിന്റെ വാലൻസി ഫില്ല് ചെയ്യണം. ഒന്നാമത്തെ കാർബൺ ആറ്റം നോക്കിയേ, ഈ കാർബൺ ആറ്റത്തിന്റെ ഒരു വാലൻസി മാത്രമേ ഈ കാർബണുമായിട്ട് ഫില്ലായിട്ടുള്ളൂ. ഇനി 3 വാലൻസി, കാർബണിന് ടോട്ടല് 4 വാലൻസിയാണുള്ളത്, ഇതിലൊന്ന് ഫില്ലായി. ഇനി മറ്റുള്ള 3 നമ്മൾ ഹൈഡ്രജൻ ഉപയോഗിച്ച് ഫില്ല് ചെയ്യണം. അപ്പൊ എത്ര ഹൈഡ്രജൻ വരും? 3 ഹൈഡ്രജൻ വരും. ഇനി ഈ കാർബൺ ആറ്റത്തിന് ഇപ്പോഴ് 3 വാലൻസി ഫില്ലായിട്ടുണ്ട്, ടോട്ടൽ 4 വേണം. 1 2 3 3 ഫില്ലായിട്ടുണ്ട്. ഇനി എത്ര വേണം? ഒരു ഹൈഡ്രജനും കൂടെ പറ്റത്തുള്ളൂ. അടുത്തത്, ഈ കാർബണിന് ഇപ്പൊ ടോട്ടൽ 3 വാലൻസി ഉണ്ട്, ഇനിയും എത്ര പറ്റും? ഒരു ഹൈഡ്രജൻ കൂടെ വന്നാലേ 4 വാലൻസി ആകത്തുള്ളൂ. ഈ കാർബണിന് ഇപ്പോൾ നിലവിൽ 2 വാലൻസി ഉണ്ട്, ഇനിയും 2ഉം കൂടെ വേണം. ആ 2നെ നമ്മൾ ഹൈഡ്രജൻ ഉപയോഗിച്ച് ഫില്ല് ചെയ്യും. ഈ കാർബൺ ആറ്റത്തിന് ഇപ്പൊ ഒരു വാലൻസി ഉള്ളൂ, ഇനി 4 ആകണമെങ്കിൽ 3 ഹൈഡ്രജൻ ആറ്റം കൂടെ വേണം. ഇങ്ങനെയാണ് വാലൻസി ഫില്ല് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോമ്പൗണ്ടിന്റെ നെയിമും കൂടെ തന്നിട്ടുണ്ട്. ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. 2,4 ഡൈമീഥൈൽ ഹെപ്റ്റെയിൻ. 2,4 ഡൈമീഥൈൽ ഹെപ്റ്റെയിൻ. ആദ്യം എന്ത് വരയ്ക്കണം? മെയിൻ ചെയിൻ വരയ്ക്കണം. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് എങ്ങനെ അറിയാം? ഹെപ്റ്റ. ഹെപ്റ്റ എന്ന വാക്കിന് അർത്ഥം എന്താണ്? ഹെപ്റ്റ എന്ന് പറഞ്ഞാൽ 7. അപ്പൊ ആദ്യം 7 കാർബൺ ആറ്റങ്ങൾ വരയ്ക്കണം. 1 2 3 4 5 6 7. ഹെപ്റ്റെയിൻ, ANE വന്നത് കൊണ്ട് നമുക്കറിയാം എല്ലാം തമ്മിൽ എന്ത് ബോണ്ടായിരിക്കും? സിംഗിൾ ബോണ്ടായിരിക്കും. ഇനി ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ എന്ന് പറയുന്ന ഡൈ 2 ബ്രാഞ്ച് ഉണ്ട്. എവിടൊക്കെയാണ് ആ മീഥൈൽ ഗ്രൂപ്പ് വരുന്നത്? 2വിലും 4ലും മീഥൈൽ വരുന്നുണ്ട്. 2വിലും 4ലും ബ്രാഞ്ചസിൽ മീഥൈൽ വരുന്നുണ്ട്. 1 2 3 4 5 6 7. എവിടൊക്കെയാണ്? 2വില് ഒരു മീഥൈൽ CH3 എന്ന് പറയുന്ന മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇനി 4ലും ഒരു CH3 എന്ന് പറയുന്ന മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രജൻ ആറ്റം ഉപയോഗിച്ച് ഈ കാർബണിന്റെ വാലൻസിയെ കംപ്ലീറ്റ് ചെയ്യണം. കാർബണിന് 4 വാലൻസി ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു വാലൻസി ആയിട്ടുണ്ട്, ഇനി 3 ഹൈഡ്രജൻ ആറ്റം കൂടെ വേണം. കാർബണിന് 4 വാലൻസി ഇപ്പൊ 3 ഉണ്ട്, ഇനി ഒരു ഹൈഡ്രജനും കൂടെ. ഇവിടെയും കാർബണിന് 2 വാലൻസി ഉള്ളൂ, ഇനി 2 എണ്ണം കൂടെ വേണം. അപ്പം 2H. ഇവിടെ കാർബണിന് 3 വാലൻസി ഉണ്ട്, ഒരു ഹൈഡ്രജനും കൂടെ വരുമ്പോൾ 4 വാലൻസി ആകും. ഇവിടെ കാർബണിന് 2 എണ്ണേ ഉള്ളൂ, ഇനി 2 ഹൈഡ്രജൻ വേണം. ഇവിടെ കാർബണിന് 2 എണ്ണേ ആയിട്ടുള്ളൂ, ഇനിയും 2 ഹൈഡ്രജൻ വേണം. ഈ കാർബണിന് ഒറ്റ ഒരു വാലൻസി ഉള്ളൂ, 4 ആകണമെങ്കിൽ ഇനി 3 ഹൈഡ്രജൻ ആറ്റം കൂടെ വേണം. ഇതാണെന്ത്? 2,4 ഡൈമീഥൈൽ ഹെപ്റ്റെയിൻ എന്ന് പറയുന്ന സ്ട്രക്ചറൽ ഫോർമുല. പേജ് നമ്പർ 14 നമ്മൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേബിൾ ഫില്ല് ചെയ്യാനുണ്ട്. നമുക്കത് ഫില്ല് ചെയ്യാം. ഒന്നാമത്തെ കോളത്തിൽ കോമ്പൗണ്ട്, രണ്ടാമത്തെ കോളത്തിൽ IUPAC നെയിം എന്നുള്ളതാണ്. നമുക്കറിയാം IUPAC നെയിം, ഒന്നാമത്തെ കോമ്പൗണ്ടിന്റെ IUPAC നെയിം എഴുതണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇതിന്റെ നീളമുള്ള ലോങ് ചെയിൻ ഏതാണെന്ന് മനസ്സിലാക്കാൻ. കാണുമ്പോൾ തന്നെ അറിയാം ഇതായിരിക്കും ലോങ് ചെയിൻ എന്ന് പറയുന്നത്. എല്ലാം തമ്മിൽ സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ ലോങ് ചെയിനിന്റെ പേര് എങ്ങനെ എഴുതും? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്. അപ്പൊ ഏത് വരും? ഹെക്സെയിൻ എന്നായിരിക്കും ലോങ് ചെയിനിന്റെ പേര് വരുന്നത്. അതിനുശേഷം ഏത് ബ്രാഞ്ച് ആണ്? മീഥൈൽ എന്ന് പറയുന്ന ബ്രാഞ്ച് ആണ് വരുന്നത്. എത്ര തവണ വരുന്നുണ്ട്? 2 തവണ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ഡൈ മീഥൈൽ എന്ന് എഴുതും. ഡൈ മീഥൈൽ എന്ന് എഴുതും. അതിനുശേഷം നമ്മൾ പൊസിഷൻ നമ്പർ, ബ്രാഞ്ച് വരുന്ന പൊസിഷൻ നമ്പർ ഏതാണെന്ന് അറിയാം. ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും നമ്പർ ചെയ്യണം. ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്യുമ്പോൾ 1 2 3 4 5 6. ഇവിടെയൊക്കെയാണ് 2വിലും 4ലുമാണ് ബ്രാഞ്ച് വന്നത്. റൈറ്റ് ടു ലെഫ്റ്റ് ചെയ്യുമ്പോഴോ 1 2 3 4 5 6. ഇവിടാണ് 3ലും
5-ലുമാണ് ബ്രാഞ്ച് വന്നത്. ആദ്യത്തെ നമ്പർ ലോവസ്റ്റ് വരണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് തിരഞ്ഞെടുക്കാം? ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്ത 2, 4 തിരഞ്ഞെടുക്കാം. 2 ബ്രാഞ്ചസ് ഉള്ളത് കൊണ്ട് തന്നെ അതിനെ കോമ ഉപയോഗിച്ച് വേർതിരിക്കണം. അപ്പൊ എങ്ങനെ വരും? 2, 4 അതിനുശേഷം ഹൈഫൻ ഇടണം. 2, 4 ഡൈമീഥൈൽ ഹെക്സെയിൻ. അടുത്ത കോമ്പൗണ്ട് നോക്കിയേ, അതിന്റെ IUPAC നെയിം തന്നിട്ടുണ്ട്. 223 ഹൈഫൻ ട്രൈമീഥൈൽ പെൻഡെയിൻ. 223 ട്രൈമീഥൈൽ പെൻഡെയിൻ. പെൻഡെയിൻ കേൾക്കുമ്പോൾ നമുക്കറിയാം 5 കാർബൺ ആറ്റം വരയ്ക്കണം. 1, 2, 3, 4, 5 വരച്ചു. ഇനിയും ട്രൈമീഥൈൽ ഏത് ബ്രാഞ്ചാ? മീഥൈൽ എന്ന് പറയുന്ന ബ്രാഞ്ചാ 3 തവണ വരുന്നുണ്ട്. ട്രൈ എവിടൊക്കെ വരുന്നുണ്ട്? 2, 2, 3 രണ്ടെണ്ണം വരുന്നത് 2 എന്ന് പറയുന്ന പൊസിഷനിലാണ്. അപ്പൊ രണ്ടെണ്ണം 2, 2, 3 രണ്ട് മീഥൈൽ ഗ്രൂപ്പ് ഇവിടെ വരുന്നുണ്ട്. CH3, CH3. ഇനി ഒന്ന് വരുന്നത് എവിടാ? 3-ലാ, CH3. ഇനി എന്തുപയോഗിക്കണം? വാലൻസി കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ കാർബണിന് ഒരു വാലൻസി ഉള്ളൂ, ഇനി 3 എണ്ണം വേണം. അപ്പൊ H വെച്ച് ഫില്ല് ചെയ്തു. ഇവിടെ കാർബണിന് 4 വാലൻസി ഫില്ലായി, ഇനി ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇവിടെ 3 എണ്ണം ഫില്ലായി, ഒരു ഹൈഡ്രജൻ പറ്റും. ഈ കാർബൺ ആറ്റത്തിന് 2 വാലൻസി വന്നിട്ടുണ്ട്. ഇനി 2 ഹൈഡ്രജൻ വെച്ച് നമുക്ക് ഇതിനെ ഫില്ല് ചെയ്യാം. ഈ കാർബൺ ആറ്റത്തിന് ഒറ്റ വാലൻസി ആയിട്ടുള്ളൂ, ഇനി 3 എണ്ണം കൂടെ വേണം. അപ്പോൾ ഈ 3 ഹൈഡ്രജൻ ആറ്റം വെച്ച് നമുക്ക് ഇതിന്റെ വാലൻസി ഫില്ല് ചെയ്യാം. ഇവിടെ CH2 അല്ല, CH3. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് 3,3 ഡൈ ഈഥൈൽ ഹെക്സെയിൻ. 3,3 ഡൈ ഈഥൈൽ ഹെക്സെയിൻ. ഹെക്സെയിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും 6 കാർബൺ ആറ്റംസ് ഉണ്ട്. അപ്പൊ ആദ്യം നമുക്ക് 6 കാർബൺ ആറ്റം വരയ്ക്കണം. 1, 2, 3, 4, 5, 6. 6 കാർബൺ ആറ്റം വരച്ചു. എല്ലാം ANE കണ്ടാൽ എല്ലാം തമ്മിൽ സിംഗിൾ ബോണ്ട് ആയിരിക്കും. ഇനി ഡൈ ഈഥൈൽ ഏത് ബ്രാഞ്ചാണ് ആവർത്തിച്ച് വരുന്നത്? ഈഥൈൽ എന്ന് പറയുന്ന ബ്രാഞ്ച് 2 തവണ ആവർത്തിച്ചു വരും. ഈഥൈൽ എന്ന് പറയും, ഇതുവരെ നമ്മൾ മീഥൈലാ പഠിച്ചത്. ഈഥൈൽ എന്ന് പറയുന്ന ബ്രാഞ്ച് 2 തവണ ആവർത്തിച്ചു വരുന്നു. എവിടെ ആവർത്തിച്ചു വരുന്നു? രണ്ടും വരുന്നത് 3, 3 എന്ന് പറയുന്ന പൊസിഷനിലാണ് 2 ഈഥൈൽ ഗ്രൂപ്പും ആവർത്തിച്ചു വരുന്നത്. അപ്പം 3 എന്ന് പറയുന്ന 1, 2, 3 എന്ന് പറയുന്ന പൊസിഷൻ ഇവിടാണ്. ഇവിടെ ഏത് ഗ്രൂപ്പ് ആവർത്തിച്ചു വരും? ഈഥൈൽ എന്ന് പറയുന്ന ഗ്രൂപ്പ് ആവർത്തിച്ചു വരും. ഈഥൈലിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? CH2, CH3 ആണ് ഈഥൈൽ എന്ന് പറയുന്നത്. ഇവിടെ എഴുതാനുള്ള സ്ഥല പരിമിതിയുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു കാണണം. CH2, CH3 എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇവിടെയും വരും, ഈ 3-ലും വരും. ഇവിടെ CH2, CH3 എന്ന് പറയുന്ന ഗ്രൂപ്പ് ആവർത്തിച്ചു വരും. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം? വാലൻസി ഫില്ല് ചെയ്യണം. ഇവിടെ കാർബണിന് 1 ഉള്ളൂ, ഇനി എത്ര എണ്ണം വരും? 3 എണ്ണം വരും. ഈ കാർബണിന് 2 എണ്ണം ഉണ്ട്, ഇനി 2 ഹൈഡ്രജൻ ആറ്റം പറ്റും. ഈ കാർബണിന് 4 എണ്ണമായി, ഇനി ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ കാർബൺ ആറ്റത്തിന് ഇനിയും 2 എണ്ണം ഉണ്ട്, 2 എണ്ണം കൂടെ വരും. ഈ കാർബൺ ആറ്റത്തിന് 2 വാലൻസി ഫില്ലായി, ഇനിയും 2 ഹൈഡ്രജൻ ആറ്റം വരാം. ഈ കാർബണിന് ഒരു വാലൻസി ആയിട്ടുള്ളൂ, ഇനി 3 ഹൈഡ്രജൻ ആറ്റംസ് വരാം. 3,3 ഡൈഈഥൈൽ ഹെക്സെയിൻ ടീച്ചർ പെട്ടെന്ന് വരച്ച് കാണിക്കാം, ശ്രദ്ധിച്ച് കാണണം. ഹെക്സെയിൻ എന്ന് കേൾക്കുമ്പോൾ 6 കാർബൺ ആറ്റം. 1, 2, 3, 4, 5, 6. ANE കണ്ടാൽ എല്ലാം സിംഗിൾ ബോണ്ട്. ബ്രാഞ്ച് ഈഥൈൽ 2 ഡൈ ഈഥൈലാണ്. ഇവിടെ 3 രണ്ടും മൂന്നാമത്തെ പൊസിഷനിലാണ്. 1, 2, 3 മൂന്നാമത്തെ പൊസിഷനിൽ 2 ഈഥൈൽ ഗ്രൂപ്പ്. ഈഥൈലിനെ റെപ്രസെന്റ് ചെയ്യുന്ന CH2, CH3. ഇവിടെയും CH2, CH3. ഇനി വാലൻസികൾ ഫില്ല് ചെയ്യണം. ഇവിടെ കാർബൺ ആറ്റത്തിന് ഒരു വാലൻസി ഫില്ലായി, ഇനി 3 എണ്ണം കൂടെ വേണം 4 ആകാൻ. ഈ കാർബണിന് 2 എണ്ണം ഉണ്ട്, ഇനിയും 2 ഹൈഡ്രജൻ ആറ്റം. ഈ കാർബണിന് 4 വാലൻസി ഫില്ലായി, ഇനിയും പറ്റത്തില്ല. ഇവിടെ കാർബണിന് 2 എണ്ണം ഫില്ലായി, ഇനി 2 ഹൈഡ്രജൻ ആറ്റം. ഇവിടെയും 2 ഫില്ലായി, 2 ഹൈഡ്രജൻ ആറ്റം. ഈ കാർബണിന് ഒറ്റ ഒരെണ്ണമേ വാലൻസി കംപ്ലീറ്റ് ആയുള്ളൂ, ഇനി 3 ഹൈഡ്രജൻ ആറ്റം പറ്റും. ഇതാണ് 3,3 ഡൈ ഈഥൈൽ ഹെക്സെയിന്റെ സ്ട്രക്ചറൽ ഫോർമുല. ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് തന്നെയാണ്. ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചറൽ ഫോർമുലയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ IUPAC നെയിം നമ്മൾ എഴുതണം. IUPAC നെയിം എഴുതുമ്പോൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത്തെ റൂള് ഏറ്റവും വലിയ ചെയിൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇങ്ങനെ നോക്കിയാൽ ഇതൊരു ചെയിനായിട്ട് എടുത്താൽ ഇവിടെ 4 കാർബൺ ആറ്റം ഉണ്ട്.
ഇനി ഇതൊരു ചെയിനായിട്ട് എടുത്താലോ, ഇതൊരു ചെയിനായിട്ട് എടുത്താൽ ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 5 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ കാർബൺ വരുന്നതാണ് മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മെയിൻ ചെയിനിനെ ഇങ്ങനെ എടുക്കാം. മെയിൻ ചെയിനിനെ ഇങ്ങനെ എടുത്താൽ ഇത് രണ്ടും ആയിരിക്കും ഇതിന്റെ എന്തെന്ന് പറയുന്നത്? ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഈ ബ്രാഞ്ചിന്റെ പേര് CH3 എന്ന് പറയുന്ന ബ്രാഞ്ചിന്റെ പേര് എന്താണ്? മീഥൈൽ എന്നാണ്. എത്ര CH3 ഉണ്ട്? 2 CH3 ഉണ്ട്. ഈ 2 CH3 വരുന്ന പൊസിഷൻ ഏതാണെന്നാണ് നോക്കേണ്ടത്. അപ്പൊ ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും നമുക്ക് നമ്പർ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ മൂന്നാമതാണ് ബ്രാഞ്ചിന്റെ പൊസിഷൻ വരുന്നത്. തിരിച്ചു ചെയ്ത് നോക്കിയാലോ, 1 2 3 4 5. അങ്ങനെ ചെയ്യുമ്പോഴും മൂന്നാമതാണ് പൊസിഷൻ വരുന്നത്. അപ്പൊ നമുക്ക് പേരെങ്ങനെ എഴുതാം? മൂന്നാമതാണ് 2 മീഥൈൽ ഗ്രൂപ്പും വരുന്നത്. അപ്പം എങ്ങനെ പേരെഴുതും? 3,3. എത്ര മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്? 2. 2ന് ഡൈ. ഡൈ ഏത് ഗ്രൂപ്പാണ്? ഡൈ ഏത് ബ്രാഞ്ചാണ്? ഡൈ മീഥൈൽ. ഇനി മെയിൻ ചെയിനിന്റെ പേര്, മെയിൻ ചെയിനിൽ 5 കാർബൺ ആറ്റം ഉണ്ട്. 5 കാർബൺ ആറ്റത്തിന് എന്ത് പേര് വരും? എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് പെന്റെയിൻ. UPC നെയിം 3,3 ഡൈമീഥൈൽ പെന്റെയിൻ. പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മൾ നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് മോർ ദാൻ 1 ബ്രാഞ്ചുമാണ് പഠിച്ചത്. ഒന്നിലധികം ബ്രാഞ്ച് വരുന്ന ആൽക്കെയിനുകളുടെ പേരെഴുതുന്ന രീതിയാണ് പഠിച്ചത്. പഠിപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ടീച്ചറിന്റെ ക്ലാസ് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്